ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 83. അപ്പോൾ ഈ എപ്പിസോഡ് 83 റിവ്യൂ ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ആയി. വേറെ ഒന്നും കൊണ്ടല്ല, കനത്ത മഴ, കറണ്ട് ഇല്ലായ്മ, ഇത് രണ്ടും കൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് 83 ഞാനൊരു പേരിട്ടിട്ടുണ്ട്. കാരണം ഇതിനൊരു ടൈറ്റിൽ വേണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പൊ ഞാൻ ഈ ഒരു എപ്പിസോഡിന് ഇട്ടിരിക്കുന്ന പേര് ആങ്ങളമാരും പെങ്ങളൂട്ടിയും എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരും കൂടെ ആക്കാം, പഴം വിഴുങ്ങിയ ആങ്ങളമാർ എന്നും ഇടാം. കാരണം ഏതാണ്ടൊക്കെ ആ ഒരു അവസ്ഥയാണ് ഈ ഒരു എപ്പിസോഡിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റേ ഒരു പെങ്ങളെ താങ്ങി മറ്റേ പൊക്കി വെച്ച് കുറച്ച് പേരുണ്ടാക്കാൻ നോക്കുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടൻ കാരണം മണ്ടനായി പോയ വേറൊരു മണ്ടൻ ചേട്ടൻ. ഇതാണ് ഈ ഒരു ഗെയിമിന്റെ മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ അവസ്ഥ എനിക്ക് തോന്നിയത്. അപ്പോ സാധാരണ എല്ലാ ദിവസത്തെയും പോലെ ഒരു പാട്ടൊക്കെ ഇട്ട് ഈ ഒരു ദിവസവും 83-ാം എപ്പിസോഡ് തുടങ്ങുന്നത് കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ടാസ്ക് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ മത്സരാർത്ഥികളെല്ലാം വട്ടത്തിൽ ഓടണം, വട്ടം ചുറ്റി ഓടണം, വട്ടത്തിൽ ഓടണം. അപ്പൊ ഒരു 3 ട്രാക്ക് പോലെ ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയൊരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിലാണ് ആദ്യമേ എല്ലാവരും കൂടെ ഓടേണ്ടത്. കാരണം ആദ്യമേ എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ, എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ട്. അപ്പം ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബാക്കിൽ ഒരു ബാഗ് തൂക്കിയിടും, ഒരു സഞ്ചി പോലെ, നമ്മുടെ ഈ ചാക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗ്. അപ്പൊ ഈ ബാഗിനകത്ത് നമ്മുടെ ഈ ബാഗിനകത്ത് ബീം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ സ്പോഞ്ച് നല്ല പറയുന്നത് തെർമോകോളിന്റെ ഉണ്ട, ഈ ഒരു സാധനമുണ്ട്. അപ്പൊ ഈ ഓടുമ്പോഴത്തേക്ക് ഒരാളുടെ പുറകിൽ വരുന്ന ആള് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ബാഗിലെ ഈ ബീം തട്ടി അതായത് ഈ ഉണ്ടകൾ, അതായത് തെർമോകോൾ ഉണ്ടകൾ തട്ടി താഴെ കളയുക. ഇതാണ് ഗെയിം. അപ്പോൾ ഗെയിം അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. ആദ്യമേ തന്നെ ഏറ്റവും കുറഞ്ഞു പോയ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബിയുടെയാണ്. അബിയുടെ ബാഗിലെ അത്യാവശ്യം കൂടുതൽ, ബാക്കി എല്ലാവരെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞു പോയത് അബിയുടെ ബാഗിലാണ്. സോ അബി ആദ്യമേ തന്നെ ഔട്ട് ആവുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ഗെയിം തുടങ്ങും. അപ്പം ഈ ആളുകൾ കുറയുന്ന അനുസരിച്ച് ഈ വട്ടം ചെറുതായി വരുന്നുണ്ട്. ചെറിയ ഈ ഏറ്റവും വലിയ വട്ടം, അതിന്റെ താഴത്തേക്ക് ഒരു വട്ടമുണ്ട്, പിന്നെ ഏറ്റവും കുഞ്ഞൊരു വട്ടമുണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾ കുറയുന്ന അനുസരിച്ച് ഇവർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മുടെ അബി ഔട്ട് ആവുന്നു. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളവർ കളിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ നോറ, ശ്രീതു, ഞാൻ നോറയെ കുറെ നേരം ശ്രദ്ധിച്ചു കേട്ടോ. നോറയുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എപ്പോഴും അവള് കാണിക്കുന്ന കണക്കാൻ ഒരു വിക്ടിം കാർഡ്, മറ്റേ കരച്ചിലും കൂവലും ഇന്നും അതുണ്ട് കേട്ടോ. ഇന്നും ഒരു കുഴവും ഇല്ലാതെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. നോറയുടെ കരച്ചിലും പിഴിച്ചിലും, എന്നിട്ട് പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിരുന്നിട്ടുള്ള മറ്റേ ഡയലോഗും, ഒരു ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മടുത്തു തുടങ്ങി നോറ. നീ എന്തെങ്കിലും പുറത്തിറങ്ങുമ്പോൾ നിനക്കത് മനസ്സിലാവും. നിന്റെ ഈ ഒരു ഗെയിം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ആർക്കും അത്രയും കൊണ്ട് ദഹിക്കുന്നുമില്ല. ഈ ഒരു കരഞ്ഞും കൂവിയും ഉള്ള, എന്നിട്ട് പിന്നെയും തിരിച്ചു ചെന്ന് കയറും. അല്ലെങ്കിൽ കരഞ്ഞു കൂവി അങ്ങ് പൊക്കോണോ ആ വഴി. ഇത് അങ്ങനല്ല. ഇത് ആ ഒരു കരഞ്ഞു കൂവുന്നത്, ആ ഒരു കാടിറക്കുന്നത് അവള് കുറച്ചു നേരം അതിന്റെ പേരിൽ ആൾക്കാരെ കാണിച്ച് അവർക്ക് ആ ഒരു സെന്റിമെന്റ്സ് നേടി പിന്നെ അവൾ വീണ്ടും കളിക്കാത്തോട്ട് പോകും. അത് നല്ല വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് നമ്മുടെ നോറ, ശ്രീതു ഒരു ചെറിയ കലിപ്പൊക്കെ കണ്ടു. അതായത് നോറയുടെ ബാഗ് പിടിച്ച് തട്ടാൻ നേരത്ത് നോറ മറ്റേ എന്നെ പിടിച്ചു വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുന്നത് കേട്ടു. പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, തട്ടി വേണമെങ്കിൽ കളയണം. പക്ഷെ ആ ബാഗിൽ ഇങ്ങനെ പിടിച്ച് തട്ടിക്കൊണ്ടിരിക്കാം. അങ്ങനെ തട്ടാതിരിക്കാൻ പറ്റത്തില്ലെന്നൊന്നുമില്ല. ആ ബാഗിൽ പിടിച്ച് തട്ടിക്കൊണ്ടിരിക്കും. ഇവള് പിടിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നോറ കിടന്നുകൊണ്ട് ഒച്ച വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ നന്ദന, അതായത് നമ്മുടെ അർജുൻ നന്ദനയുടെ ബാക്കിലാണ്. അപ്പം നന്ദന മാക്സിമം അവനെ പ്രൊവോക്ക് ചെയ്യാനും അവനോട് ചൂടായിക്കൊണ്ടും ഒക്കെ ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ നോറ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ ചേച്ചിക്ക് വയ്യ കേട്ടോ. ജാസ്മിൻ ചേച്ചിക്ക് ഒരു എന്തോ പനിയാന്ന് തോന്നുന്നു. ജാസ്മിൻ ചേച്ചിക്ക് ഒരു ഗുമ്മില്ലാത്തതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഗെയിമിന് തന്നെ ഒരു ഒച്ചയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ജീവനില്ല ആ ഗെയിമിലൊന്നും. അപ്പോഴാണ് നോറ ചേച്ചിയുടെ നമ്മുടെ ഒരു സാധനം മനസ്സിലാക്കുന്നത്. അതായത് ഊളയാണെങ്കിൽ പോലും കിടന്ന് കുറെ കൊണ ഇങ്ങനെ ഒച്ച വെക്കാൻ നേരത്ത് ഒരു രസം ഉണ്ടായിരുന്നു, അവിടെ ഒരു എനർജി ഉണ്ടായിരുന്നു. ഇത് മറ്റേ ചത്ത വീടിന്റെ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നോറ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോഡി പെയിൻ, അതായത് നോറയ്ക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. സിജോയാണ് ബാക്ക് ചെയ്യുന്നത്. സിജോ പിടിച്ച് ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോറയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പോയി ബാഗ് വിട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കുറച്ച് നേരം നമ്മുടെ ടോയ്ലറ്റിന്റെ അവിടെയൊക്കെ പോയി നിന്ന് ക്യാമറ ഫേസും ഒക്കെ കൊടുത്ത് കിടന്ന് കരഞ്ഞു പോയി, അയ്യോ വയ്യേ എന്റെ പുറമേനെ എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഊന്ന് കണ്ടു. എന്തായാലും ഇതെല്ലാം ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവള് കളിക്കുന്നില്ല. നേരെ തിരിച്ചു വന്നിട്ട് ഇല്ല ഞാൻ ഓടി തന്നെ നോക്കുന്നുള്ളൂ, ഞാൻ കളിക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇറക്കുന്ന കണ്ടു. എന്തിനാണോ പിന്നെ ഇത്രയും നേരം കരഞ്ഞു പോയി തീരെ വയ്യാത്തൊരാൾക്ക് പിന്നെ ആ ഗെയിം കളിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ നന്ദന ഇപ്പം ഒരു സൈഡിലേക്കായിരുന്നു, ഇപ്പം റൈറ്റിലേക്കായിരുന്നു എല്ലാവരും ഓടിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തിരിച്ചു, അതായത് അർജുൻ നന്ദനയുടെ ഫ്രണ്ടിൽ വന്നു. സോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ട് ഇവർ ഓടാൻ നേരത്തേക്ക് അർജുന്റെ ബാക്കിൽ തന്നെ ഇവള് പിടിച്ചോണ്ടിരിക്കുക തട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അർജുന്റെ മറ്റേ ബാഗിന്റെ വള്ളി പൊട്ടിപ്പോയി. അർജുൻ കുറെ പ്രാവശ്യം പറയുന്നുണ്ട് ഞാനത് കെട്ടിത്തരാം, എന്നിട്ട് നീ തട്ടിക്കളാ
പിന്നെ ഇവള് എന്ത് ചെയ്താൽ വിടത്തില്ല. ലാസ്റ്റ് അർജുൻ എന്ത് ചെയ്തു, പിടിച്ചൊരു കൊള അങ്ങ് കുടഞ്ഞു, പിടിച്ച് ഫ്രണ്ടിലോട്ട് വലിച്ചപ്പോഴത്തേക്ക് ഇവള് ഉരുണ്ട് ഉടച്ച് താഴെ വീണു. അയ്യോ തുടങ്ങിയില്ലയോ കരച്ചിലും കൂവലും. ചേട്ടന്മാരാണെങ്കിൽ നമ്മുടെ നന്ദനയുടെ 2 ചേട്ടന്മാരുണ്ടല്ലോ, സായി ചേട്ടനും അതുപോലെ തന്നെ സിജോ ചേട്ടനും. ഈ സിജോ ചേട്ടന്റെ ഫാൻസിനോടും സിജോ ചേട്ടനോടും ഒരു കാര്യം പറയാനുണ്ട്. അതായത് സിജോ ചേട്ടൻ വലിയ ബുദ്ധിമാനാണ് എന്നെല്ലാരും വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ പേഴ്സണലി തോന്നുന്നതിനകത്ത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും വലിയൊരു പൊട്ടനുണ്ടെങ്കിൽ അത് സിജോ ചേട്ടനാണ്. അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് സിജോ ചേട്ടന് കൊടുക്കണം. കാരണം സിജോ അല്ലാതെ ആരെങ്കിലും ഈ സായിയെ വിളിച്ച് കളിയും മാറ്റി ഇങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, സീരിയസ്ലി അറിയാൻ പാടില്ല. സായിയോ ഒരു മണ്ടൻ. സായി കളിക്കുന്ന ഒരു കളി എന്താണെന്നറിയോ? സായിയുടെ ഒരു ഗെയിമിൽ നമുക്ക് 2 പെർസ്പെക്റ്റീവ് നോക്കാം. അതായത് ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി ഈ നന്ദനയുടെയും സിജോയുടെയും കൂടെ നടന്ന് അവർക്കൊരു ഈതപ്പേരുണ്ടാക്കി കൊടുത്ത്, ഇല്ലെങ്കിൽ പുറത്ത് സായിക്ക് അറിയാം, സായി ഭയങ്കരമായിട്ട് ഇവിടുന്ന് പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്ത് പോയ ഒരാളാണ്. അപ്പൊ സായിക്ക് അറിയാം ചിലപ്പോ പുറത്ത് നെഗറ്റീവ് വരും ഈ നന്ദനയുടെയും സിജോയുടെയും കൂടെ നിന്ന് ഇങ്ങനെ ഒരു കളി കളിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോ അവര് ഡൗൺ ആയി പോകും. നേരെ മറിച്ച് ഇപ്പറ നിൽക്കുന്ന സിജോ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു മെന്റാലിറ്റി ചിലപ്പോൾ സായിക്ക് കാണും. ഞാൻ മൊത്തത്തിൽ സായി അങ്ങ് ചവിട്ടി കളയുന്നു. ഈ ഒരു സാധനം സായിക്ക് ഉണ്ടെങ്കിൽ സായി കളിക്കുന്നത് ഒരു പോയിന്റ് വരെ ശരി. പക്ഷെ എങ്കിലും എനിക്ക് ചോദിക്കാൻ ഒരു പേഴ്സണൽ ഒരു ചോദ്യമുണ്ട് സായിയോട്. ഇങ്ങനെ സായി കാണിച്ചു, സായി ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മുട്ടം കഥയൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്, അതെല്ലാം എന്റെ ഗെയിം ആയിരുന്നു, നമ്മുടെ ജിൻഡോയെ ജയിപ്പിക്കാൻ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കളയും. സോ അങ്ങനെ പറയുന്ന സായിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സായി ഇപ്പൊ അങ്ങനെ ഒരു ഗെയിമും ഉണ്ട്, പിന്നെ ഇല്ലെങ്കിൽ നമ്മുടെ നന്ദനയുടെയും സിജോയുടെയും കൂടെ നിന്ന് അവരെ ബൂസ്റ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു കളി. ഈ 2 കളിയെ സായിക്ക് എന്തായാലും ഉള്ളല്ലോ. അപ്പൊ ഇതിനകത്ത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഇത് രണ്ടും ചെയ്യാനായിട്ട് സായി എന്തിനാണ് തള്ളിക്കയറി അങ്ങോട്ട് പോയത്? തനിക്കൊരു ഗെയിമുണ്ട്, താൻ അത് കളിക്കുന്നില്ല എങ്കിൽ താൻ പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോയത്? ഇത് തന്റെ ഗെയിമല്ല, ഇത് താൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇതിനകത്തോടെ തനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല. പുറത്ത് നാട്ടുകാർ നല്ല തെറിയും പറയുന്നുണ്ട്, മിക്കവാറും ഈ ഒരു ആഴ്ച കൊണ്ട് താൻ വെളിയിൽ പോകാനുള്ള ഒരു അവസ്ഥയാണ്. വോട്ടും കിട്ടുന്നില്ല, പോളൊക്കെ നോക്കിയാൽ അറിയാം. പിന്നെ താൻ എന്തിനാണ് അങ്ങോട്ട് പോയത്? താൻ വലിയ വീരവർത്താനമൊക്കെ പറഞ്ഞിട്ട് അതിനകത്തോട്ട് ഈ ഒരു സാധനം കളിക്കാനാണോ പോയത്? അല്ല, അങ്ങനെ ആണെങ്കിൽ താൻ പോകണ്ടായിരുന്നു. വേറെ നല്ല ആരെങ്കിലും കയറിയിട്ട് കുറച്ചുകൂടെ എന്റർടൈൻ ആയി ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിപ്പോ താനുള്ളതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ ഒരു ഗെയിമിൽ പോലും ആ ലാസ്റ്റ് ഒക്കെ താനൊക്കെ വന്നുകൊണ്ട് തന്നെ ഒരു എന്റർടൈനിങ് ഇല്ലാതായി പോയി. ലാസ്റ്റ് ടൈം പോലെ നീ എടുത്തോടെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നീ എടുത്തോ, സത്യസായി ബാബ നിങ്ങൾ എടുത്തോ, നിങ്ങളോ പോയിന്റ് എടുത്തോ. ഇങ്ങനെ പറഞ്ഞ് എന്തിനാ നിൽക്കുന്നത്? ആ സമയത്ത് വേറെ വല്ലവരും ആണെങ്കിൽ എന്റർടൈനിങ് ആവും. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റാ. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പം ഈ അർജുന്റെ ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് നന്ദന വീഴുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അർജുനാണ് പിന്നെ പുറത്ത് പോകുന്നത്. അർജുന്റെ ബാഗിലെ മൊത്തം പോയി. അത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മുടെ സായി, സിജോ, നന്ദന, ജിൻഡോ ഇവർ 4 പേരും കൂടെ ഓടാൻ തുടങ്ങി. അപ്പോഴാണ് ജനങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവര് 3 പേരും, സായി, മറ്റേ നമ്മുടെ സിജോ, നന്ദന, ഇവര് മറ്റേ ആംഗള പെങ്ങള മറ്റേ ഭയങ്കര അങ്ങോട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒത്തു കളിക്കുമെന്ന്. അപ്പൊ ഈ കളി തുടങ്ങുന്നതിന് മുമ്പാണ്, ഈ കളി തുടങ്ങുമ്പോ തന്നെ നമ്മുടെ നന്ദനെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. നന്ദനല്ല, ശ്രീതു ആദ്യമായിട്ടൊരു കാര്യം പറയുന്നത് ഞാൻ കേട്ടത് ഇങ്ങനെയൊക്കെ. ശ്രീതു അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അതായത് ശ്രീതു നമ്മുടെ നന്ദന സായിയുടെ പുറകിലായിരുന്നു. അപ്പം ഇവള് തട്ടുന്നേ ഇല്ല, സായിയുടെ ബാഗിനെ തട്ടി വെളിയിൽ കളയുന്നേ ഇല്ല. അപ്പം നമ്മുടെ ശ്രീതു അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദന നിനക്ക് ഗെയിം ഒന്നും കളിക്കണ്ടേ, നിനക്ക് തട്ടിക്കളയണ്ടേ എന്ന് ചോദിക്കുമ്പോ സായിയും നമ്മുടെ നന്ദനയും അർജുനും കൂടെ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അത് അവളുടെ ഗെയിം, ഓക്കെ എന്നൊരു സാധനം പറയുന്നുണ്ട്. നല്ല ഗെയിമാ, കുഴപ്പമൊന്നുമില്ല അത്. പക്ഷെ അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കളിച്ചു. അവിടെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങൾ അടിച്ച് വെളിയിലാക്കാൻ നോക്കിയത്. എന്നിട്ട് നിങ്ങൾ 3 പേരെ കൂടെ കളിക്കാൻ നോക്കി. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഗെയിം, ഓക്കെ, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. അങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് സിജോയ്ക്ക് കിട്ടി, സെക്കൻഡ് സായിക്ക് കിട്ടി, തേർഡ് നന്ദനയ്ക്ക് കിട്ടി. നല്ലൊരു കാര്യം നന്ദന. പക്ഷെ എനിക്ക് അപ്പോഴും ചോദിക്കാനുള്ളത്, നന്ദന എന്ന് പറയുന്ന വ്യക്തി ഒരു പോയിന്റ് എടുത്തു, ഇതിനായിട്ട് നന്ദനയ്ക്ക് ഒരു പോയിന്റും ഇല്ലായിരുന്നു. അപ്പം സായിയും സിജോയും ചെയ്തൊരു ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിജോ നമ്മുടെ ജിൻഡോയുടെ അതേപോലെ തട്ടിക്കളഞ്ഞത് നമ്മുടെ സിജോ ആണ് ജിൻഡോയുടെ പുറകിൽ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇങ്ങനൊരു ഗെയിം കളിച്ചപ്പോൾ നന്ദനയ്ക്ക് ഒരു പോയിന്റ് കിട്ടി. വെറുതെ നിങ്ങൾ നന്ദനയ്ക്ക്, എനിക്ക് തോന്നുന്നു സായും സിജോയും നന്ദന എതിരായിട്ടും ഒരു പോയിന്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ 9ാമത്തെ ടാസ്ക് ആയി. അവക്ക് വിഷമം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാർ ഈ കളി കളിച്ച് ഒരു പോയിന്റ് അവർക്ക് മേടിച്ചു കൊടുത്തത് എന്നാണ് എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ളത്. കാരണം ഇനി അവർക്ക് പോയിന്റ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. നേരെ മറിച്ച് അത് പണി കിട്ടാനുള്ളൊരു കാരണം. ഇപ്പൊ ഈ 9ാമത്തെ ഈ ടാസ്ക് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് നമ്മുടെ ആരെയായിരുന്നു, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കേസ് കാണാം കേട്ടോ. അർജുന് മറ്റേ സങ്കടമായി പോയി, നന്ദന വീണേന്റെയൊക്കെ കുറച്ചു നേരം ഇരുന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടു. എന്താണെങ്കിലും അത് ചെറുക്കേണ്ട ഒരു കാര്യം, കരഞ്ഞോട്ടെ. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അബിയെ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആ ഒരു ബാക്കി പറയാം. അത് പറയണമെങ്കിൽ ഒരു കാര്യം കൂടെ പോയിന്റ് ചെയ്യാനുണ്ട്. അപ്പം അബിയെ നമ്മുടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ആ ഒരു
ലെറ്റർ അവിടെ ഉണ്ട്, അത് നീ ഇവിടുന്ന് വായിക്കില്ല, പുറത്ത് പോയി വായിക്കാൻ പറയുന്നത്. അത് വായിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റൺസുമായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത്, പോയിന്റായിട്ട് മുന്നിൽ നിൽക്കുന്ന അബിയാണ്. അതുകൊണ്ട് തന്നെ അബിയെ തോപ്പിക്കാൻ ഇനി ആരും പറ്റത്തില്ല. പറ്റാത്തത് കൊണ്ട് 10ാമത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ഒരു ടാസ്ക് ഇല്ല. 9ൽ നിന്ന് ജയിച്ച അബിയാണ് ഫിനാലേക്ക് ഡയറക്റ്റ് കയറുന്നത് എന്നുള്ളൊരു സാധനം വന്നു. ടിക്കറ്റ് ടു ഫിനാലെ അബി ജയിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, പറയാനുള്ളൊരു കാര്യം, ടിക്കറ്റ് ടു ഫിനാലെ അബി കയറി. ഈ സായി, നന്ദന, സിജോ അവിടെ ആ ഒരു ഗ്രൂപ്പ് പ്ലേ കളിച്ചില്ലായിരുന്നെങ്കിൽ, ആ ഒരു ഗ്രൂപ്പ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ വേറെ ആരെങ്കിലും ഇപ്പൊ പോയിന്റിൽ ഇപ്പം കുറച്ചും കൂടെ മുന്നേറി നിൽക്കുന്ന ജിൻഡോ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, വേറെ ആരും ആയിക്കോട്ടെ, അർജുൻ ആയിക്കോട്ടെ, അർജുൻ നിന്നായിരുന്നെങ്കിലും ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു ഗെയിം നമുക്ക് അവിടെ കാണാമായിരുന്നു. അതായത് ഈ നന്ദനയോ അങ്ങനെ ആരെങ്കിലും ഈ ഒരു കാര്യമില്ലാത്ത പോയിന്റ് കിട്ടിയ ആൾ വെളിയിൽ പോയിട്ട് പോയിന്റ് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ അർജുനും എല്ലാം കുറച്ച് പോയിന്റ് കിട്ടിയായിരുന്നെങ്കിൽ ചിലപ്പം ടാസ്ക് 10 അവിടെ കണ്ടേനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിരുന്നു. നമുക്ക് ലാസ്റ്റ് ഏറ്റവും നല്ലൊരു ടാസ്ക് ചിലപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു 10th 10ാമത്തെ ടാസ്ക്. ആ 10ാമത്തെ ടാസ്ക് നമുക്ക് കാണാമായിരുന്നു. ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് അവിടെ നടന്നേനെ. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ഈ ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ട്, ഈ ഒരു ഗ്രൂപ്പ് പ്ലേ ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് പ്ലേ അത് അവരുടെ ഗെയിമാണ്, അവർ ചെയ്തോട്ടെ. പക്ഷെ അതുകൊണ്ട് എന്താണ് ഗുണം? അതെനിക്ക് മനസ്സിലായിട്ടില്ല, സീരിയസ്ലി മനസ്സിലായില്ല. ഇവര് നന്ദനയ്ക്ക് ഒരു പോയിന്റ് മേടിച്ചു കൊടുത്തോണ്ട് എന്തോ അത് മറ്റേ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടോ, ഞങ്ങൾ ആങ്ങളാ പെങ്ങള് എന്ന് പറഞ്ഞിട്ട് കള്ളത്തരം അല്ല ഇവിടെ കാണിക്കുന്നത്, ഞങ്ങൾ ശരിക്കും ആങ്ങളെയും പെങ്ങളുമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ മണ്ടരാക്കാൻ. അതിനാണോ അവർക്ക് ഒരു പോയിന്റ് എടുത്ത് കൊടുത്തത്? സായി എനിക്ക് അറിയാൻ പാടില്ല. സിജു ചേട്ടൻ പിന്നെ സായി പറയുന്നതിനനുസരിച്ച് ഇപ്പൊ ചാടത്തുള്ളൂ. അത് കുഴിയിലോട്ടല്ല. സായി മിക്കവാറും ഒരു കുഴി കാണിച്ചാൽ മിക്കവാറും ചാടാൻ പറഞ്ഞ സിജു ചേട്ടൻ ചാടും. അതാണല്ലോ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് അങ്ങോട്ട് കണ്ടത്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു മറ്റേ ഡൊമക്സിന്റെ. അതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനൊന്നുമില്ല. എന്ത് പറയാൻ അതിനെപ്പറ്റി? സ്പോൺസേർഡ് ടാസ്ക് അല്ലേ, നമ്മളെന്തിനാ വെറുതെ ഡൊമക്സിനൊക്കെ മറ്റേ കൂട്ടി കൊടുക്കാൻ പോകുന്ന മാർക്കറ്റിംഗ് പേരൊക്കെ പറഞ്ഞ് എന്തിനാ? അതിന്റെ ആവശ്യമില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. ഇപ്പം ജാസ്മിൻ ഞാൻ പറഞ്ഞില്ല, ജാസ്മിന് വയ്യാതായി, അതുകൊണ്ട് തന്നെ ഒരു ഗെയിം അവിടെ വലുതായിട്ടില്ലായിരുന്നു. അർജുനൊക്കെ നന്നായിട്ട് കളിച്ചു കേട്ടോ. ജിൻഡോ ചേട്ടൻ ആണെങ്കിലും നന്നായിട്ട് കളിച്ചു. പക്ഷേ ജിൻഡോ ചേട്ടൻ നമ്മുടെ നന്ദന ജിൻഡോ ചേട്ടന്റെ ബാഗ് വന്നപ്പോഴത്തേക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നു അവിടെ. അതായത് നന്ദന ജിൻഡോ ചേട്ടന്റെ ബാഗിൽ കയറി പിടിച്ചപ്പോഴത്തേക്ക് ജിൻഡോ ചേട്ടൻ ഇവളുടെ കൈ കയറി അങ്ങ് പിടിക്കുന്ന ഒരു സാധനം ഉണ്ട്. ഞാൻ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചു അവിടെ. പുള്ളിയുടെ ഗെയിം ആയിരിക്കാം, പക്ഷെ അങ്ങനെ ചെയ്യരുത് ജിൻഡോ ചേട്ടാ, വിട്ടുകൊടുത്തേക്കണം. അവളൊരു കൊച്ചാണ്, അവളെ കൊണ്ട് ഒന്നുമില്ല, അവളുടെ ഈ നാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങ് വിട്ടുകൊടുക്കുക, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ കിടന്ന് കരച്ചിലും പെഴിച്ചിലും പിന്നെ എന്തോ താൻ ആരാടോ, മറ്റേതാണോ മറിച്ചേതാണോ, എന്തിനാ? നിങ്ങൾക്ക് ഒന്നും കേൾക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഈ ഉപ്പ പിള്ളേരുടെ ഇത്. സോ വിട്ടുകൊടുക്കുക. പിന്നെ ഈ പെൺപിള്ളേരുടെ കയ്യിൽ കയറി പിടിച്ചിട്ടുള്ള ആ ഒരു പരിപാടി വേണ്ടതില്ലോ ചേട്ടാ. ഓക്കെ, അപ്പൊ ഈ ഒരു പരിപാടിയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ പോലും കമന്റ് ബോക്സിൽ ഇടുക. മാന്യമായിട്ടുള്ള കമന്റുകൾക്ക് റിപ്ലൈ തരുന്നത് തന്നെയാണ്. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യം അത്. നമുക്ക് വിമർശനങ്ങൾ വേണമല്ലോ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.